ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദിനവൃത്താന്തത്തിന്റെ 2-ാം പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം. ഞങ്ങളുടെ ദൈവം സകല ദേവന്മാരിലും ശ്രേഷ്ഠനാണ്. അതിനാൽ മഹത്തായ ഒരു ആലയം പണിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈശോയിൽ പ്രിയ സ്നേഹിതരെ, ഒരു നിമിഷം നമുക്ക് നമ്മുടെ ദേവാലയത്തെ ഓർക്കാം. സകല ദേവന്മാരിലും ശ്രേഷ്ഠനായ ജീവിക്കുന്ന നമ്മുടെ ദൈവത്തിന് വസിക്കുവാൻ നാം പണിതിരിക്കുന്ന ദേവാലയം എന്റെ മാക്സിമം ആണോ എന്റെ ദേവാലയം? പല ദേവാലയങ്ങളുടെയും അവസ്ഥ വളരെ ശോചനീയമാണ്. ഷീറ്റ് വലിച്ചു കെട്ടിയതും ചോർന്നൊലിക്കുന്നതുമായ ദേവാലയങ്ങൾ ദൈവത്തിന് വസിക്കുവാൻ വേണ്ടി ഉണ്ടാക്കുകയും രാജകൊട്ടാരം കണക്കെയുള്ള ഭവനങ്ങളിൽ നാം വസിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തിനുള്ള സ്ഥാനം എന്താണ് എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കും. പല ആളുകൾക്കും മനോഹരമായ ദേവാലയങ്ങൾ പണിയുന്നതിനോട് പല വിധത്തിലുള്ള എതിർപ്പുകൾ കാണാറുണ്ട്. എന്നാൽ നിനക്കുള്ളതെല്ലാം ദൈവം നൽകിയതാണ്. പാപമൊഴികെ മറ്റെന്താണ് നീ സ്വന്തമായി ഉണ്ടാക്കിയത്? ദൈവമേ, അറിവിൽ നിന്ന് തിരിച്ചറിവിലേക്ക്, മിഥ്യയിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് ഞങ്ങളെ വളർത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.